പെരുമഴ പോലെ പെയ്തു തീർന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആഗോളതലത്തിൽ എൻഡോസൾഫാൻ നിരോധിക്കപ്പെട്ടു. അന്തർദേശീയ തലത്തിൽ തത്സമയം കാണിച്ച കേരള ഹസാരയുടെ ഉപവാസമാണോ, ഇന്ത്യൻ സംഘത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടട്ടെ എന്ന VM സുധീരന്റെ പ്രാർത്ഥനയാണോ നിരോധനത്തിന് പ്രേരണയായത് എന്ന സംശയം ബാക്കി. കേന്ദ്ര സംഘത്തിന്റെ മനോഗതങ്ങൾക്കെല്ലാം അപ്പുറത്തായിരുന്നു ജനീവ സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നത്. എൻഡോസൾഫാൻ ഇല്ലാതെ ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന ഇന്ത്യൻ വിദഗ്ധരുടെ വ്യാഖ്യാനങ്ങൾ കേട്ട് വിവരമുള്ളവർ മൂക്കത്ത് വിരൽ വെച്ചു. ഹൈക്കമാൻഡ് പേടിയില്ലാത്ത സുധീരൻ മോഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിസംഘത്തിന്റെ ദൗത്യം പൂർണ്ണമായി പരാജയപ്പെടണം എന്ന് ആത്മാർത്ഥമായി അവരുടെ ദൗത്യം വിജയിച്ചാൽ അത് ഇന്ത്യക്കെതിരാണ്. കീടനാശിനി ലോബിയുടെ തന്ത്രത്തെ ജനവികാരം തോൽപ്പിച്ചതിന് തെളിവാണ് എൻഡോസൾഫാൻ നിരോധനമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് സംശയമില്ല. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയുടെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചുള്ള ചെറുത്തുനിൽപ്പ് ഫലിച്ചു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. കീടനാശിനി ലോബികളുടെ തന്ത്രങ്ങളെ ജനവികാരം പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ ദിവസത്തെ ഉപവാസം കൊണ്ട് ഇതാണ് ഫലമെങ്കിൽ ഒരു 3-4 ദിവസം പട്ടിണി കിടന്നിരുന്നെങ്കിൽ എന്താവും സ്ഥിതി? എന്നാൽ സ്റ്റോക്ക്ഹോം കൺവെൻഷനിലേക്ക് കേരളം കയറ്റിവിട്ട മുഹമ്മദ് അഷീലിന്റെ വ്യാഖ്യാനങ്ങളൊന്നും ശരിയായില്ലെന്നാണ് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. കേന്ദ്ര സർക്കാർ നിരോധനത്തിന് എതിരാണെന്ന പ്രചാരണവും തെറ്റ് തന്നെ. എൻഡോസൾഫാൻ വിഷയത്തിൽ KPCC ആദ്യം മുതൽ എടുത്ത നിലപാട് എൻഡോസൾഫാൻ നിരോധിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ വളരെ വ്യക്തമാണ്. ഈ കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ, കേരള ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഡോക്ടർ മുഹമ്മദ് അഹീൽ ഈ യോഗത്തിൽ പങ്കെടുത്തതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ വ്യക്തി കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങളും സർക്കാരും ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ഇവിടെ പുറത്തു വന്നത്. എൻഡോസൾഫാൻ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരും പ്രത്യേകിച്ച് ശരത് പവാർ, ജയറാം രമേശ് സംഘവും ഒരുപാട് അധ്വാനിച്ചെന്ന് ആർക്കാണ് അറിയാത്തത്? പാർട്ടിയുടെ മാനം കാത്ത സുധീരന് KPCC നന്ദി പറയട്ടെ. കോൺഗ്രസിന്റെ വിളർച്ച കണ്ട് മനസ്സിൽ കുളിർമയുണ്ടെങ്കിലും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ മനസ്സിലിരിപ്പിലാണ് പിണറായി സഖാവിന് ആശങ്ക. മനം കുളിർക്കെ അഭിനന്ദിക്കാം. എന്നാൽ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതേസമയം സഹതപിക്കുകയും ചെയ്യാം. കോർപ്പറേറ്റുകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റും മൻമോഹൻ സിംഗ് പ്രഭൃതികളും ഇപ്പോൾ പോലും ഇതിനിളവ് നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളമാകെ ഇപ്പൊ സന്തോഷിക്കുകയാണ് ഈ നിരോധന വിവരം കിട്ടിയപ്പോൾ. എന്നാൽ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും പൂർണ്ണ നിരോധനം നടപ്പിലാക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായിരുന്നു. കാരണം അവർ ഇളവ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുളിര് കണ്ടു തന്നെയാണ് എൻഡോസൾഫാൻ പ്രശ്നത്തിൽ ഇടതുമുന്നണി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി ആരോപിച്ചത്. എൻഡോസൾഫാൻ നിരോധനത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണെന്നും കുഞ്ഞുഞ്ഞ് പറഞ്ഞു കളഞ്ഞു. ഇത് രാഷ്ട്രീയവൽക്കരിക്കാതെ ഈ മാരകമായ വിഷത്തിൽ നിന്ന് നമുക്ക് ജനങ്ങളെ രക്ഷിക്കാൻ കൂട്ടായിട്ടുള്ള ശ്രമമാണ് വേണ്ടത്. അതിന് ആദ്യം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ കേരളത്തിലെ നിരോധനം കുറ്റമറ്റ രീതി നടപ്പിലാക്കണം. അത് ലംഘിക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനെതിരെ കർശനമായി നടപടിയെടുക്കണം. അത് അംഗീകരിക്കാൻ തോമസ് ഐസക്കിന് കഴിയില്ലല്ലോ. കേന്ദ്ര നിലപാടിന്റെ വിജയമല്ല, കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന്റെ പരിപൂർണമായ പരാജയ സമ്മതമാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ എൻഡോസൾഫാൻ നിരോധനത്തിനെടുത്തിട്ടുള്ള തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിരോധനം പാടില്ല എന്നുള്ളതായിരുന്നു. ആ നിലപാട് ലോകരാജ്യങ്ങൾ തിരസ്കരിച്ചു. ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്മർദ്ദത്തിന്റെയും ലോകരാജ്യങ്ങളുടെ മുന്നിലുള്ള നാണക്കേടിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യ സർക്കാരിന് തലകുനിക്കേണ്ടി വരും. അത്തരത്തിലൊരു നാണക്കേട് ഇന്ത്യക്ക് സൃഷ്ടിച്ചതിൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുണ്ട്. അവകാശവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുന്നതിനിടെ കവി മനസ്സുള്ള നമ്മുടെ വനം മന്ത്രി പോയി ഒരു മരം നട്ടു. പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഗ്രീൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലാണ് സഹന സമരത്തിന്റെ വിജയപ്രതീകമായി ജനശക്തി മരം നട്ടത്. മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പേര് എപ്പോഴും പറയുന്ന കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഈ മാരക വിഷത്തിന് വേണ്ടി ഒരുപാട് കാലം നാണം കെട്ട രീതിയിൽ
വാദിക്കാൻ തയ്യാറായി എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരെയും ലജ്ജിപ്പിക്കുകയാണ്. ആ നയം വിജയിച്ചില്ല. ഒരു അന്താരാഷ്ട്ര വേദിയിൽ സ്വന്തം ഗവൺമെന്റിന്റെ നയം പരാജയപ്പെടണമെന്ന് സ്വന്തം ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരു വലിയ വൈപരീത്യമാണ്. അതുണ്ടായി. ഇന്ത്യൻ ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിച്ചു ഇന്ത്യ ഗവൺമെന്റ് അവിടെ പരാജയപ്പെടണമെന്ന്. അടുത്ത തലമുറയിലെ ഹസാരമാർ ഉപവാസത്തിന് ഈ മരത്തണൽ വേദിയാക്കട്ടെ. മന്ത്രി മരം നട്ടപ്പോൾ ആടുമാടുകളുമായി തൃശൂരിൽ പ്രതീകാത്മക സമരം നടത്തിയാണ് മലയാളവേദി പ്രസിഡന്റ് ജോർജ് വട്ടുകുളവും കൂട്ടുകാരും ആഗോള ഭീമന്മാരെ വിരട്ടിയത്. പലവിധ പ്രതിഷേധമുറകൾ നാടാകെ നടക്കുമ്പോൾ കണ്ണൂർ ഇരുവട്ടി സ്വദേശി വാസവൻ പുളിയുറുമ്പുകളെ കൂട്ടുവിളിച്ചാണ് എൻഡോസൾഫാനെ വെല്ലുവിളിച്ചത്. എൻഡോസൾഫാന് ബദലില്ലെന്ന് നിലവിളിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഉറുമ്പ് വാസവന്റെ ഈ പരീക്ഷണം. എൻഡോസൾഫാൻ കീടനാശിനിക്കെതിരെ രാജ്യമൊട്ടുക്ക് പ്രതിഷേധം അലയടിക്കുമ്പോഴാണ് വാസവന്റെ പുളിയനുറുമ്പുകളെ ഉപയോഗിച്ചുള്ള ജൈവ കീട നിയന്ത്രണത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കശുവണ്ടി കർഷകന്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന തേയിലക്കൊതുകിനെ ഇല്ലാതാക്കാൻ പുളിയനുറുമ്പുകൾക്ക് കഴിയുമെന്നതിന് വാസവന്റെ കശുമാവിൻ തോട്ടം സാക്ഷ്യമാവുകയാണ്. ആയിത്തറയിലെ തന്റെ കശുമാവിൻ തോട്ടത്തിൽ തേയിലക്കൊതുകിനെ തുരത്താൻ ജൈവ കീടനാശിനിയായ വേപ്പെണ്ണയും വെളുത്തുള്ളിയും ചേർത്ത മിശ്രിതം തളിച്ച വാസവന് ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു. മിശ്രിതം തളിക്കാത്ത കശുമാവിൽ ഉറുമ്പുകൾ കൂടുകൂട്ടുന്നതിനാൽ ഈ മരങ്ങളിൽ മറ്റു മരങ്ങളെ അപേക്ഷിച്ച് വിളവ് കൂടുന്നത് വാസവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് എല്ലാ കശുമാവിലേക്കും ഉറുമ്പുകളെ എത്തിക്കാനായി വാസവന്റെ ശ്രമം. തേയിലക്കൊതുകിനെ തുരത്താൻ അടുത്ത പറമ്പുകളിൽ നിന്നും നൂലുകൾ കെട്ടിബന്ധിച്ചും മറ്റും ഉറുമ്പുകൾ വളരുന്നതിനുള്ള സാഹചര്യമൊരുക്കി. ജൈവ കീടനാശിനി തളിച്ചിരുന്നു ആദ്യത്തെ 1-2 പ്രാവശ്യം. ഇപ്പൊ തളിക്കുമ്പോൾ തന്നെ ഉറുമ്പ് കൂട് കെട്ടിയ മരത്തിൽ ആ ഉറുമ്പ് മരിച്ചു പോകുന്നപ്പം തന്നെ ആ ചെടിക്ക് പൊള്ളലേൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊള്ളലേൽക്കുന്നത് മാറുന്നത് കൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം മരുന്ന് തളിക്കുമ്പോൾ ഉറുമ്പും ഉള്ള മരങ്ങളെ ഒഴിച്ചു നിർത്തിയാണ് മരുന്ന് തളിച്ചത്. അപ്പോൾ അതിന്റെ ശേഷം എന്റെ നിരീക്ഷണത്തിൽ തോന്നിയെന്ന് വെച്ചാൽ മരുന്ന് തളിച്ചതിനേക്കാൾ ഗുണം നല്ല വളർച്ചയും കീടങ്ങളെ ആക്രമണമൊന്നും ഇല്ലാത്തത് ഈ ഉറുമ്പുള്ള മരുന്ന് തളിക്കാതെ മരത്തിലാണെന്ന്. അപ്പം അതുകൊണ്ട് അന്നതിന് ശേഷം ഞാൻ പിന്നെ ഉറുമ്പുള്ള ആണ് ഇതിന് എന്തോ ഒരു ഗുണമുണ്ട് എന്നുള്ള തോന്നുന്നത്. അതിനനുസരിച്ച് പിന്നെ കൂട് പുറത്ത് മുറിച്ചുകൊണ്ട് നോക്കുകയും മറ്റ് ഈ പടുമരങ്ങളിലൊക്കെ ഉറുമ്പുള്ളിൽ നിന്ന് ചാട് കെട്ടി മത്സ്യമൊക്കെ മണപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തപ്പോൾ വളരെ വിജയപ്രദമായിട്ടുണ്ട്. അങ്ങനെ ഈ 2005-2006 തന്നെ ഈ ഒരു സിസ്റ്റം തുടർന്നു വരുന്നതാണ്. പുളിയനുറുമ്പുകൾ കൂടുകെട്ടിയ മരങ്ങളിൽ മറ്റു മരങ്ങളിലുള്ളതിന്റെ 6 ഇരട്ടി വരെ വിളവ് ലഭിക്കുന്നതായി വാസവൻ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം തന്റെ കശുമാവിൻ തോട്ടത്തിൽ നിന്നും 33 കിൻഡൽ കശുവണ്ടിയാണ് വാസവൻ വിളവെടുത്തത്. സാധാരണ കർഷകൻ മാത്രമായ വാസവന്റെ ജൈവ കീട നിയന്ത്രണത്തിലെ പരീക്ഷണത്തിന് നിരവധി പുരസ്കാരങ്ങളും ഈ കർഷകനെ തേടിയെത്തി. ഈ മണ്ണും മരങ്ങളുമെല്ലാം അർഹതപ്പെട്ടവർക്ക് അനുവദിക്കുമ്പോഴാണ് കീടബാധ ഒഴിവാകുന്നത്. എൻഡോസൾഫാനേക്കാൾ മാരകമായ ജൈവനാശിനികളിൽ നാട് മുങ്ങുമ്പോൾ ആശ്വസിക്കാൻ നമുക്ക് എന്ത് അവകാശം? ഉറുമ്പ് വാസവന്മാർ വഴികാട്ടട്ടെ.